എപ്പോഴും പൈശാചിക മേഖലയ്ക്ക് ശത്രുതയുള്ളത് ദൈവിക സംവിധാനങ്ങളോടാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. ഈ ദുഷ്ടാത്മ സേനയ്ക്ക്, ഈ പൈശാചികമായ വാഴ്ചകൾക്ക്, പൈശാചികമായ അധികാരങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ദൈവിക സംവിധാനങ്ങളാണ്. ഈ ഭൂമിയിൽ ദൈവത്താൽ സ്ഥാപിതമായ, ദൈവകരത്താൽ സ്ഥാപിതമായ, ദൈവം എന്റേത് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നതായ വിശുദ്ധ വിവാഹം അഥവാ കുടുംബം എന്ന സംവിധാനമാണ്. ഈ ഭൂമിയിൽ ആദ്യത്തെ കുടുംബത്തെ എഴുന്നേൽപ്പിച്ചത്, ആദ്യത്തെ വിവാഹം നടത്തിയത്, നിങ്ങളുടെ ഭാഷയിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ കല്യാണം നടത്തിയത് അച്ഛനല്ല, തിരുമേനിയല്ല, പാസ്റ്റർ അല്ല. ഈ ഭൂമിയിലെ ആദ്യത്തെ വിവാഹം നടത്തിയ കാർമികൻ സർവശക്തനായ ദൈവമാണ്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരുന്നു. ദൈവം തിന്മയായതൊന്നും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചില്ല. ദൈവം ഒരു കാര്യവും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത് ഈ ഭൂമിയിൽ ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ എന്താ പറയുന്നേ, മ്ലേച്ഛമായതോ തിന്മയായതോ ഉപയോഗശൂന്യമായതോ വേണ്ടാത്തതോ ആയ യാതൊരു കാര്യങ്ങളും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചില്ല. അവൻ സൃഷ്ടിച്ചതും ചമച്ചതും വിളിച്ചു വരുത്തിയതുമെല്ലാം ഏറ്റവും നല്ലതായിരുന്നു, നന്മയായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. എന്നാൽ എല്ലാം നല്ലതെന്ന് കണ്ട ദൈവം ഒരു കാര്യം മാത്രം നന്നായി നല്ലതെന്ന് കണ്ടില്ല. അത് മനുഷ്യൻ ഏകനായിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആദം ഒറ്റയ്ക്കിരിക്കുന്നത്, ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവം തന്റെ ഹൃദയത്തിൽ തന്നെ തീരുമാനിക്കുകയാണ്, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അവനൊരു ഗാഢനിദ്ര വരുത്തി അവന്റെ വാരിയലിൽ നിന്നൊന്നെടുത്ത് ദൈവം അവന്റെ ഭാര്യയെ, അവന്റെ മണവാട്ടിയെ തന്റെ കരങ്ങളാൽ സൃഷ്ടിച്ചു. രണ്ടുപേരിലും ജീവശ്വാസമൂതി അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മനുഷ്യനെ തന്റെ ഭാര്യയോട് കൂട്ടിച്ചേർത്തു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് വിളിച്ചു പറഞ്ഞു പരീശന്മാരോട്, ഏതു കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ, ആദിയിൽ അവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ഇനി മേലാൽ അവർ രണ്ടും രണ്ടല്ല ഒന്നത്രേ എന്ന് ബൈബിൾ വ്യക്തമാക്കി. എന്റെ ചോദ്യം, ഇന്ന് പൈശാചിക ലോകം ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്, മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ, വാർത്തകളിലൂടെ നോക്കുമ്പോൾ, പത്രവാർത്തകളിൽ, ചാനലുകളിൽ, സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നാം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പൈശാചിക മേഖല ആക്രമിക്കുന്നത്, തകർക്കുന്നത്, തകർക്കാൻ ശ്രമിക്കുന്നത്, ഐക്യത നഷ്ടപ്പെടുത്തുന്നത്, സ്നേഹമില്ലാതാക്കുന്നത്, ബന്ധങ്ങളെ ശിഥിലമാക്കുന്നത് കുടുംബം എന്ന വ്യവസ്ഥയോടല്ലേ? എന്താണ് അതിന്റെ കാരണമെന്നറിയാമോ? കുടുംബം ദൈവത്തിന്റെ സ്വപ്നമാണ്. കുടുംബം ദൈവത്തിന്റെ സംവിധാനമാണ്. അവൻ സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ ദൈവമാണ്. രണ്ടാമതായി, ദൈവത്താൽ സ്ഥാപിതമായ, ദൈവം എന്റേത് എന്ന് പറഞ്ഞ മറ്റൊരു സംവിധാനമാണ് ദൈവത്തിന്റെ സഭ. ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് യേശു നിൽക്കുമ്പോൾ ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് ചോദിക്കുമ്പോൾ ചിലർ ഏലിയാവെന്നും, ചിലർ സ്നാപക യോഹന്നാനെന്നും, ചിലർ ഇരമ്യാവെന്നും വിളംബരം ചെയ്യുമ്പോൾ, വിളിച്ചു പറയുമ്പോൾ, യേശു കർത്താവ് പത്രോസിനെ നോക്കി ചോദിച്ചു, ശിഷ്യന്മാരെ നോക്കി ചോദിച്ചു, നിങ്ങളോ ഞാൻ ആരെന്ന് പറയുന്നു? യേശുവിനെ നോക്കി പത്രോസ് പറയുകയാണ്, അല്ലെങ്കിൽ കർത്താവിനെ നോക്കി കൂട്ടത്തിൽ നിന്ന് പത്രോസ് ഇറങ്ങി വന്ന് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു. ആ സമയത്ത് ആ ശിഷ്യനെ നോക്കി യേശു പറഞ്ഞു, ബെറയോന ശിമോനെ, നീ അനുഗ്രഹീതനാണ്, നീ ഭാഗ്യവാനാണ്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്.
എന്നിട്ട് അവനെ നോക്കി യേശു പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടുമെന്ന് ഉറപ്പ് നൽകിയ കർത്താവ് എന്തും തുറക്കുവാനും എന്തും അഴിക്കുവാനുമുള്ള അധികാരത്തിന്റെ താക്കോൽ ആത്മതലത്തിൽ നിന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവൻ അവന് കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം കൈമാറ്റം ചെയ്തില്ല, ഒരു കാര്യം മാത്രം പത്രോസിന്റെ കയ്യിൽ കൊടുത്തില്ല, അത് സഭ എന്ന സംവിധാനമാണ്. യേശു പറഞ്ഞു, പത്രോസേ, അത് നിനക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം പാതാള ഗോപുരങ്ങൾക്ക് എതിർപ്പുള്ള പൈശാചിക ലോകത്തിന്റെ ഏറ്റവും ശക്തമേറിയ എതിർപ്പുകൾ വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് നീ കൂടെ നിന്നാൽ മതി. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. ദൈവമക്കളോട് സ്നേഹാദരവുകളോട് ചോദിക്കട്ടെ, കേരളത്തെ പഠിച്ചാൽ, ഭാരതത്തെ നോക്കിയാൽ, ലോകത്തെ നോക്കിയാൽ, അല്പമെങ്കിലും ലോകപരിചയമുള്ള, അല്പമെങ്കിലും ലോകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മാനുഷിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ചോദിക്കട്ടെ, ഈ രണ്ട് സംവിധാനങ്ങളോടല്ലേ കാലങ്ങളായി, കൊല്ലങ്ങളായി, വർഷങ്ങളായി പൈശാചിക ലോകത്തിന് എതിർപ്പുള്ളത്? അപ്പോൾ ഈ രണ്ട് സംവിധാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായ, അതിനെ ചേർത്ത് പിടിക്കേണ്ടതായ ഒരു ദൗത്യം, ഒരു ഉത്തരവാദിത്വം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, വിളിക്കപ്പെട്ട ദൈവമക്കൾക്കുണ്ട് എന്ന സത്യത്തെ മറന്നുപോകരുത്. നിങ്ങൾ പോലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ അധരത്തിൽ നിന്നും നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ നാക്കുകൊണ്ട് കുറ്റം പറയാൻ, സഭയ്ക്കെതിരായി സംസാരിക്കാൻ, അഭിഷിക്തന്മാർക്കെതിരായി സംസാരിക്കാൻ, ദൈവസഭയുടെ സംവിധാനങ്ങൾക്ക് എതിരായി സംസാരിക്കാൻ നിന്റെ അധരത്തെ പോലും പിശാച് കയ്യിലെടുക്കുന്നെങ്കിൽ പുറത്തുള്ളവൻ എത്രയധികമെന്ന് നീ തിരിച്ചറിയണം. പ്രധാനമായി കാണേണ്ടതിനെ ഇമ്പോർട്ടന്റ് ആയി കാണുവാനും, നിസ്സാരമായി കാണേണ്ടതിനെ നിസ്സാരമായി കാണുവാനും, ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുവാനും, തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാനും ഒരു ദൈവവൈതലിന് കഴിഞ്ഞാൽ അവന്റെ ആത്മീക ജീവിതം അവിടെ വിജയിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തികളിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, യേശു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയും ആട്ടിൻകൂട്ടവും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും വഴിയിൽ യാചിക്കുന്ന, ഭിക്ഷാടനം നടത്തുന്ന ഒരു ഭിക്ഷക്കാരന് വരെ അല്പമായ സമ്പാദ്യങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഭക്ഷിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, ജീവിതം നയിക്കുന്നത് നിങ്ങളെ ദൈവം വിവിധ നിലകളിൽ കരുതുന്ന കാരണം കൊണ്ടാണ്. എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് യേശു കർത്താവെ 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ വന്ന് ജനിച്ച്, ജീവിച്ച്, മരിച്ചടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത അങ്ങയുടെ ജീവിതം 33.5 കൊല്ലം ഈ ഭൂമിയിൽ ത്യാഗം സഹിച്ച്, കഷ്ടത അനുഭവിച്ച് അങ്ങ് നേടിയെടുത്തത് ചങ്കിലെ ചോര കൊണ്ട്, വിലാപ്പുറത്തുനിന്നൊഴുകിയ രക്തം കൊണ്ട് അങ്ങ് സമ്പാദിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ തരുന്ന ഉത്തരം അവന്റെ സഭയാണ്, അവന്റെ ജനമാണ്. ദൈവം പ്രാധാന്യത കൊടുക്കുന്നതിന് ഞാൻ പ്രാധാന്യത കൊടുക്കുന്നു. ദൈവം വിലയേറിയതായി കാണുന്നതിനെ, ഈ വിശുദ്ധ ബൈബിൾ വിലയേറിയതായി പഠിപ്പിക്കുന്നതിനെ ഞാനും വിലയേറിയതായി തന്നെ കാണുന്നു. അതിനെ അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ കഴിഞ്ഞാൽ അടിവരയിട്ട് വിളിക്കാം, നീ ഒരു ആത്മീയനാണ് എന്ന്. എന്റെ പ്രിയ മക്കളോട് എന്നതുപോലെ ഞാൻ പറയുന്നു, കർത്താവിന് വേണ്ടിയോ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയോ നിങ്ങളൊരു കുഞ്ഞു വിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ സഭയുടെ ഉടമസ്ഥൻ ടിനു ജോർജ് അല്ല, ഈ ലോകത്തിലെ ഒരു മത മേലധ്യക്ഷന്മാരുമല്ല, സഭയുടെ ഉടമസ്ഥൻ ഈ ഭൂമിയിൽ കാണുന്ന ഒരു വ്യക്തിത്വമല്ല. സഭയുടെ ഉടമസ്ഥൻ സഭയ്ക്ക് വേണ്ടി ജീവനെ തന്ന് രക്തത്താൽ വീണ്ടെടുത്ത സർവശക്തനായ ദൈവമാണ്. ഈ രണ്ട് പ്രധാനമായ വിഷയങ്ങളിൽ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവസഭകൾക്കെതിരെയും കുടുംബങ്ങൾക്കെതിരെയും പൈശാചിക ലോകം 24/7 365 ഡേയ്സ് അവൻ വർക്കിങ്ങിലാണ്.
ഒരിമ പോലും അടയാതെ കർത്താവ് നിർത്തിയിരിക്കുന്നത് കൊണ്ടും അവൻ നമ്മളെ നോക്കുന്നത് കൊണ്ടും ഒരു പറ്റം ദൈവജനം ഈ സത്യം മനസ്സിലാക്കി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു നിക്ഷേപമായി കലവറയിൽ നിലകൊള്ളുന്നത് കൊണ്ടും സ്വർഗം നമ്മളെ നടത്തുകയാണ്.